തിരുവചനം തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണുന്നു. ലാസർ യേശുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സുഹൃത്താൻ. ഒത്തിരി സന്തോഷമായിരുന്നു ഈശോയ്ക്ക് ലാസറിൻ്റെ വീട്ടിൽ പോകാനും അവരോട് സംസാരിക്കാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനൊക്കെ ഈശോയ്ക്ക് വലിയ താല്പര്യമുള്ളൊരു കുടുംബമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ലാസർ രോഗ അവസ്ഥയിലെത്തുക. പിന്നീട് ലാസർ മരിക്കുന്ന രംഗം വരുന്നു. ഈശോ ഇതൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലാസർ മരിച്ചിട്ട് 4-ാമത്തെ ദിവസമാണ് ഈശോ ആ ഭവനത്തിലേക്ക് കടന്നു വരിക. വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ മർത്ത അറിയുന്നു, ദാ കർത്താവ് വരുന്നുണ്ട്. ഓടിച്ചെന്നു കർത്താവിൻ്റെ അടുത്തേക്ക്. ആദ്യമായിട്ട് ഈശോയെ കണ്ടപാടെ മർത്ത പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ദൈവികത അല്ലെങ്കിൽ യേശുവിലുള്ള ദൈവത്തിൻ്റെ ശക്തി അവൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അർത്ഥം. യേശുവിൽ ദൈവത്തിൻ്റെ ശക്തി വളരെ പ്രകടമാണെന്നും ആ വലിയ ദൈവിക ശക്തി അവളുടെ സഹോദരന് വീണ്ടും ആരോഗ്യം കൊടുക്കുമായിരുന്നു എന്നും അങ്ങനെയുള്ള യേശു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കില്ലായിരുന്നെന്നും അതാണ് മർത്ത പറഞ്ഞതിൻ്റെ അർത്ഥം. മർത്താക്ക് അത്രയും ബോധ്യമായിരുന്നു യേശു ദൈവപുത്രനാണ്, യേശു ദൈവമാണ്, അതുകൊണ്ട് തന്നെ യേശുവിനെല്ലാം സാധിക്കും. മർത്തായുടെ ബോധ്യം വളരെ ആഴമുള്ളത്. മർത്ത ഇങ്ങനെ കർത്താവുമായിട്ട് കുറച്ച് സമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ചോദിച്ചു, എന്തേ മറിയം, അവളെന്തേ, അവളെവിടെയാണ് ഉള്ളത്, അവളെന്തേ കാണാത്തത്? ഉടനെ മർത്ത ചെന്നിട്ട് പറഞ്ഞു മറിയത്തോട്, ഗുരു നിന്നെ വിളിക്കുന്നു, വേഗം വാ. അങ്ങനെ മറിയം എഴുന്നേറ്റ് കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണ്. കർത്താവിൻ്റെ അടുത്ത് മറിയം വന്നിട്ട് ആദ്യം മറിയം പറയണ വാക്കും ഇത് തന്നെയാണ്. മർത്ത പറഞ്ഞത് എന്താണെന്ന് മറിയം കേട്ടിട്ടില്ല. പക്ഷെ മറിയത്തിൻ്റെ ഉള്ളിലുള്ളത് മറിയം അങ്ങ് കർത്താവിനോട് പറയാണ്. എന്താ പറഞ്ഞെന്നറിയാവോ? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. മർത്ത പറഞ്ഞ അതേ വാക്കുകൾ ആവർത്തിക്കുകയാണ്. രണ്ടുപേരുടെയും മനസ്സിൽ ഒരേ ബോധ്യമായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും, ഈ രണ്ട് സഹോദരിമാർക്കും വളരെ ആഴത്തിലുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. എന്ത്? തങ്ങളുടെ സഹോദരൻ യേശു വീട്ടിലുണ്ടായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു. ഒരു കാരണവശാലും ലാസറിൻ്റെ മരണം സംഭവിക്കില്ലായിരുന്നു. യേശു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ യേശു ഇല്ലാതെ പോയതാണ് മരണത്തിന് കാരണം എന്ന് ഈ സഹോദരിമാരുടെ ബോധ്യം അവർ യേശുവിനെ കണ്ട പാടെ പറയാൻ. അവരുടെ കരച്ചിൽ പിന്നെ അങ്ങ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കരച്ചിൽ പിന്നെ നിർത്തുകയല്ലോ. രണ്ട് സഹോദരിമാരല്ലേ, പൊന്നുപോലെ സ്നേഹിച്ച ആങ്ങളെയാണ്. അതുകൊണ്ട് എത്ര കരഞ്ഞിട്ട് അവരുടെ കണ്ണുനീര് തീർന്നിട്ടില്ല. അവർ കരയാണ്, വല്ലാതെ കരയാണ്. ഈശോയും കരയാണ്. ഈശോ കൂടെ കരഞ്ഞു. ആ കണ്ണുനീര് സഹിക്കാൻ പറ്റാണ്ട് ഈശോയും കരയാണ്. അധികം വൈകിയില്ല ലാസറിനെ ഉയർപ്പിക്കുന്ന രംഗം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും വിളിച്ചു വരുത്തുന്ന അല്ലെങ്കിൽ ദൈവിക ശക്തിയെ, ദൈവിക പ്രവൃത്തികളെ ഉറക്കെ പ്രഖ്യാപിക്കാൻ പറ്റുന്ന പോലെയുള്ള അനുഭവത്തിലേക്ക് നയിക്കുന്ന സമയമാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയം. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിയോഗത്തിന് വേണ്ടി ദൈവിക ശക്തിയെ സ്വർഗത്തിൽ നിന്നും വിളിച്ചിറക്കി ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിലൂടെ തന്നെ പൂർത്തീകരിക്കാൻ ഇടയാക്കുന്ന അവസ്ഥയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുക. സത്യത്തിൽ മർത്തായും മറിയവും ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇവിടെ നടത്തിയത്. സത്യമല്ലേ? ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന. ദൈവമേ, ഞങ്ങളുടെ സഹോദരൻ മരിച്ചുപോയി, നീ ഉണ്ടായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു, എന്തേ അങ്ങനെ സംഭവിച്ചത്? അവരുടെ വേദനയും സങ്കടമൊക്കെ അങ്ങ് അറിയിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. യാചന പ്രാർത്ഥനയല്ല. യാചന പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും രണ്ടും രണ്ടാണ്. മധ്യസ്ഥ പ്രാർത്ഥന ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. യാചന ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു വഴിയിലൂടെ കടന്നു പോവാൻ, വഴിയിലൂടെ പോകുമ്പോൾ ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു സഹോദരൻ ആ വഴിയുടെ സൈഡിലുണ്ടെന്ന് ഓർക്കുക. അദ്ദേഹത്തിന് കൈകളില്ല, കാലുകളില്ല, വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയിൽ, കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്ന ഒരവസ്ഥയിൽ ഒരു സഹോദരൻ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ പ്രാർത്ഥിച്ചു പോകും, ദൈവമേ ആ സഹോദരനെ സഹായിക്കണേ, ആ സഹോദരനെ അനുഗ്രഹിക്കണേ, അറിയാതെ പ്രാർത്ഥിച്ചു പോകും. നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ ഒരു തകർച്ചയുണ്ടായി, അല്ലെങ്കിൽ അവർ വല്ലാത്തൊരു വേദനയിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ഭവനത്തിൽ ഒരു മരണം തന്നെ സംഭവിച്ചിരിക്കുന്നു, ഒരു വലിയ അപകടമുണ്ടായി, അറിയാതെ നമ്മൾ പ്രാർത്ഥിച്ചു പോകും, ദൈവമേ ആ കുടുംബത്തെ അനുഗ്രഹിക്കണേ, ആ സഹോദരനെ ആശ്വസിപ്പിക്കണേ, ആ മകളുടെ കണ്ണുനീരൊപ്പണേ, നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകും. അത് യാചനാ പ്രാർത്ഥനയാണ്. പക്ഷേ
ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചിറക്കി ദൈവപ്രവൃത്തികൾ അവിടെ വലുതാക്കി കാണിക്കാൻ, ദൈവത്തിൻ്റെ ശക്തിയെ വലുതാക്കി കാണിക്കാൻ സഹായിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന. അതൊരു അല്പം കൂടെ ശ്രേഷ്ഠമായിട്ടൊരു രീതിയാണ്. പ്രാർത്ഥനയുടെ ഒരല്പം കൂടെ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദവിയാണ്. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഈശോ തിരഞ്ഞെടുക്കുക. എന്നും പ്രാർത്ഥിക്കുന്നവരെ, എന്നും യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ മനസ്സുള്ളവരെ, എപ്പോഴും യേശുവിനോട് സ്നേഹമുള്ളവരെ, എപ്പോഴും യേശുവിനെ ഓർക്കുന്നവരെ, അങ്ങനെയുള്ളവരിൽ നിന്നാണ് കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ചിലരെ തിരഞ്ഞെടുക്കുക. അതൊരു വിളിയാണ്. അത് കർത്താവിൻ്റെ ഒരു പ്രത്യേക അതൊരു പ്രത്യേക തെരഞ്ഞെടുപ്പാണ്. ഒരു മാറ്റി നിർത്തി ദൗത്യം ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന. രാവും പകലും നമ്മുടെ അന്തരാത്മാവ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ നിൽക്കുന്ന വ്യക്തി, മധ്യത്തിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന, മനുഷ്യരുടെ കൈകളിൽ നിന്ന് അവരുടെ വേദനകളും നിയോഗങ്ങളും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ അർപ്പിക്കുന്ന, മധ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന വ്യക്തിയുടെ പ്രത്യേകത. ദൈവത്തിൻ്റെ ശക്തിയെ വലുതാക്കി കാണിക്കുന്നവർ, അതാണ് പ്രാർത്ഥിക്കുന്നവരുടെ വലിയ ജീവിതത്തിൽ കാണുന്ന നമ്മുടെ എല്ലാ അനുഭവങ്ങളും അങ്ങനെയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വലുതാക്കി കാണിക്കുകയാണ്. മർത്തായും മറിയവും അങ്ങനെയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വലുതാക്കി കാണിച്ചു, മരിച്ചവരെ പോലും ഉയർപ്പിച്ചു. അതുവരെ ആരും മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ല. ഇതാ കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചിട്ട് തൻ്റെ ദൈവീകത അവിടെ അങ്ങ് പ്രകടമാക്കുകയാണ്. തൻ്റെ ദൈവിക ശക്തി അവിടെ പ്രകടമാക്കുകയാണ്. മാർത്താ മറിയം ലാസറിനെ തിരിച്ചു കിട്ടിയപ്പോൾ അവരുടെ സന്തോഷം നമ്മളതൊക്കെ ഓർക്കുന്നുണ്ട്, നമ്മളതൊന്നും മറന്നിട്ടില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ എപ്പോഴും മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ നമ്മളെ സഹായിക്കും മധ്യസ്ഥ പ്രാർത്ഥന. ഇത് നമുക്കെല്ലാവർക്കും സാധിക്കും. ദൈവത്തിന് മുൻപിൽ മറ്റുള്ളവർക്കായി വേദനയോടെ, അല്ലെങ്കിൽ പരിഹാരം അനുഷ്ഠിച്ച്, അല്ലെങ്കിൽ ത്യാഗത്തോടെ, അല്പം വേദനയൊക്കെ സഹിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് വളരെ പ്രീതികരമാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം. സോദോം ഗൊമോറയിലെ മനുഷ്യരെ പാപം ചെയ്ത് അവർക്ക് പാപം മാത്രമേ ഉള്ളൂ. അവർക്ക് നന്മ എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. അവർക്ക് അറിയത്തില്ല. പാപം ചെയ്ത് അവരുടെ മനസ്സൊക്കെ മരവിച്ചു പോയി, ചുരുങ്ങിപ്പോയി, അല്ലെങ്കിൽ അവരുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുന്ന അനുഭവത്തിലെത്തി. ഈ സമയത്താണ് ദൈവം സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ തീരുമാനമെടുക്കുക. നമ്മുടെ അബ്രാഹം ദൈവസന്നിധിയിൽ ആ ജനത്തിന് വേണ്ടിയിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് നമ്മളാരും മറന്നിട്ടില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ജനത്തിന് വേണ്ടിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ നശിപ്പിക്കല്ലേ, പ്ലീസ് ഈ ജനത്തോട് കരുണ കാണിക്കണേ, തകർത്ത് കളയല്ലേ, നിശേഷം ഇല്ലായ്മ ചെയ്യരുതേന്ന് അബ്രാഹം കേണ് വീണ് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ പിന്നെ പാപം ചെയ്യുന്നവരല്ല, അങ്ങ് പോട്ടെ, മാറ്റി നിർത്തിയേക്കാം, അവരെക്കുറിച്ച് ഇനി ചിന്തിക്കണ്ട. അങ്ങനെയല്ല, അബ്രാഹം അങ്ങനെയല്ല കരുതിയത്. അബ്രാഹത്തിന് അവരെ മറക്കാൻ പറ്റുന്നില്ല, അബ്രാഹത്തിന് അവരെ മാറ്റി നിർത്താൻ പറ്റുന്നില്ല. അബ്രാഹം അവരെയൊക്കെ അങ്ങ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് മനസ്സിൽ അവരെ സ്നേഹിച്ച് അനുഗ്രഹിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ ഈ നഗരത്തെ കാത്തുകൊള്ളണേ, ദൈവമേ ഈ നഗരത്തിൻ്റെ മേൽ അഗ്നി അയക്കരുതേ, ദൈവമേ ഈ നഗരത്തെ നിശേഷം തകർക്കരുതേ. അബ്രാഹം അങ്ങുയരുകയാണ്. അബ്രാഹം പ്രാർത്ഥനയിൽ വളരുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് മോശയുടെ ഒരു അനുഭവം. ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രാർത്ഥനയിലാണ്. മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഖാഭിമുഖം ദൈവത്തെ കണ്ട് സംസാരിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് വളരെ തീക്ഷ്ണതയോടെ കത്തി ജ്വലിച്ചിട്ട് മലമുകളിൽ നിന്ന് താഴെ വന്നപ്പം കണ്ട രംഗം നമ്മൾ ഓർക്കുന്നില്ലേ? കാളക്കുട്ടീനെ ഉണ്ടാക്കിയിട്ട് അവർ ഡാൻസ് ചെയ്യാണ്. അവരെന്ത് സന്തോഷമാണ്, അവർക്ക് കാളക്കുട്ടിയാണ് ദൈവം. അതുവരെയും ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന മനുഷ്യർ മോശയെ കാണാതായപ്പം അവരങ്ങ് കാളക്കുട്ടിയാണ് ദൈവമെന്നും പറഞ്ഞിട്ട് പിന്നെ അവരുടെ ഡാൻസും അവരുടെ പാട്ടും അവരുടെ കളിയും അവരുടെ ചിരിയും അവരുടെ വർത്തമാനവും ഒക്കെ കാളക്കുട്ടിയെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മോശ ഇറങ്ങി വരികയാണ്. മോശയ്ക്ക് വല്ലാത്ത സങ്കടമായി. മോശയ്ക്ക് മനസ്സിലായി ഇത് ദൈവത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. എന്തേ ജനം ഇങ്ങനെയായി പോകുന്നു, ഇത്രയും അനുഗ്രഹം കിട്ടിയിട്ട് എന്തേ ജനം ഇങ്ങനെ ചെയ്യുന്നു? മോശയ്ക്ക് സങ്കടമായി, വിഷമായി. മോശ എന്നാ ചെയ്തെന്നറിയാവോ? കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, കർത്താവേ ഈ ജനം പാപം ചെയ്തു, ഈ ജനം തെറ്റ് ചെയ്തു, ഈ ജനം ധിക്കാരം കാണിച്ചു, ഈ ജനം ദൈവമേ നിന്നെ മറന്നു, ഇവരുടെ പാപം അങ്ങ് ക്ഷമിക്കണേ. ഇവരുടെ പാപം, മോശ സത്യത്തിൽ ആ മനുഷ്യരുടെ പാപം മുഴുവൻ തൻ്റെ ചങ്കിലേക്ക് അങ്ങ് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് അവരെ സ്വന്തം പോലെ കരുതിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്നറിയാവോ? ദൈവമേ ഈ ജനത്തോട് കരുണ കാണിക്കണേ, ഇവരോട് ക്ഷമിക്കണേ, ഇവർക്ക് മാപ്പ് കൊടുക്കണേ. അങ്ങ് ഇവരെ അനുഗ്രഹിക്കുന്നില്ല എങ്കിൽ, അങ്ങ് ഇവർക്ക് മാപ്പ് കൊടുക്കുന്നില്ല എങ്കിൽ ആ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരങ്ങ് വെട്ടിക്കളഞ്ഞേരും.
മോശ പറയാണ്, ആ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരങ്ങ് വെട്ടിക്കളഞ്ഞേരെ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ല. ഇനി ഞാൻ ദൈവമേ നിന്നെ വിളിച്ച് വരികയല്ല. നീ ജനത്തോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ, ഞാൻ ഈ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ തമ്മിലൊരു ബന്ധവും വേണ്ട. മോശ അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ വാശി പിടിക്കുകയാണ്. എത്രയോ മണിക്കൂറുകൾ മുഖാഭിമുഖം ദൈവത്തോട് സംസാരിച്ചിട്ടുള്ള മോശ ദൈവത്തിൻ്റെ മുൻപിൽ താണു വീണ് പ്രാർത്ഥിക്കാൻ, ദൈവമേ ഈ ജനം പാപം ചെയ്തു, ഈ ജനത്തോട് കരുണ കാണിക്കണേ, ഈ ജനത്തെ ശിക്ഷിക്കല്ലേ, ഈ ജനത്തെ മറക്കല്ലേ, ഇവരിത് പാപത്തിൽ തന്നെ പിന്നെയും മുങ്ങിപ്പോവാൻ, ഇവരോട് കരുണ കാണിക്കണേ. ഓരോ മകൻ്റെയും മകളുടെയും കടമയാണ് മധ്യസ്ഥം പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഏതു വിധേനയും അവരെ തിരിച്ചെടുക്കാനുള്ള ആഗ്രഹത്താൽ അവർക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, അത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് തന്നെ കർത്താവ് ആവശ്യപ്പെടുകയാണ്, കർത്താവ് ആഗ്രഹിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ജീവിതങ്ങൾ, അതിന് വേണ്ടിയിട്ട് ചിലപ്പം ഉപവാസം എടുക്കേണ്ടി വരും, ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും, പരിഹാരം അനുഷ്ഠിക്കേണ്ടി വരും, അവർക്ക് വേണ്ടി എന്തും ചെയ്യേണ്ടി വരും. ഞാൻ ഓർക്കണം, ഒരു സഹോദരി പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുന്നു. അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വെച്ചാൽ, ഒരു പരിപാടി വെച്ചാൽ, എന്തെങ്കിലും വല്ല മാമോദിസായോ അല്ലെങ്കിൽ ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരുടെയെങ്കിലും മരണത്തിൻ്റെ വാർഷികമോ, അങ്ങനെ എന്ത് പ്രോഗ്രാം വെച്ചാലും കുറച്ച് സമയത്തേക്കൊക്കെ സന്തോഷം, അത് കഴിഞ്ഞാൽ ചുമ്മാ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെറിയ വഴക്ക് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ഭിന്നത അല്ലെങ്കിൽ ചില വാക്കുകളുടെ പ്രയോഗങ്ങൾ ഇഷ്ടപ്പെടാതെ വരിക. അപ്പം അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർക്കെല്ലാവർക്കും അറിയാം, കാരണം അവിടെ സ്ഥിരം അങ്ങനെയാണ് താൻ. അപ്പം ഈ സഹോദരി പറയാൻ, ഒരിക്കൽ അവരുടെ പ്രോഗ്രാം, അവരുടെ വീട്ടിൽ ഒരു പ്രത്യേകിച്ച് ഒരു കുർബാനയൊക്കെ വെച്ച് എല്ലാ ബന്ധുക്കളും വീട്ടുകാരും അങ്ങനെ ഒരു 150-150 വരുന്ന മനുഷ്യർ ആ വീട്ടിൽ അന്ന് വരും. പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം, എല്ലാവരും ജോലിയുടെ തിരക്കിലാണ്, ഭക്ഷണം വീട്ടിലുണ്ടാക്കുകയാണ്, കാറ്ററിംഗ് ഏൽപ്പിച്ചില്ല, മനഃപൂർവ്വം ഏൽപ്പിക്കാത്തതാണ്. കാറ്ററിംഗ് ഏൽപ്പിച്ചാൽ പിന്നെ ഭക്ഷണം വരെ ഒരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാകില്ല. അതുകൊണ്ട് എല്ലാവരും നേരത്തെ വരട്ടെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലൊരു കൂട്ടായ്മ വരും എന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുകയാണ്. അപ്പോൾ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കുന്ന ശുശ്രൂഷകളിലേക്ക്, ആ ജോലികളിലേക്ക് പ്രവേശിക്കാൻ. എല്ലാവരും വെളുപ്പിനെ എഴുന്നേറ്റു, എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്, വീട്ടിൽ ഒരുപാട് മനുഷ്യരുണ്ട്. ഈ സഹോദരി പറയാം, എന്താണ് അറിയത്തില്ല, 4 മണിക്ക് എഴുന്നേറ്റ് ജോലി ആരംഭിച്ചു. ചിലർ ഉള്ളി അരിയുന്നു, ചിലർ തേങ്ങ ചിരകുന്നു, ചിലർ മുളക് തയ്യാറാക്കുന്നു, അങ്ങനെ ഓരോരോ ജോലികൾ എല്ലാവരും വട്ടത്തിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ജോലി ആരംഭിച്ച പാടെ ഈ സഹോദരി പറയാം, എവിടെന്നാ ധൈര്യം കിട്ടിയെന്ന് അറിയത്തില്ല, നമുക്കൊരു ജപമാല ചൊല്ലാം എന്നങ്ങ് പറയാൻ. ഈ സഹോദരി പറയാൻ, തുടക്കത്തിൽ ഓർത്തു ആരും ചിലപ്പോൾ കൂടാൻ സാധ്യതയില്ല. അവർ പറയും, എന്നാ ഒരു പ്രാർത്ഥന, ഇവിടെ ഇപ്പോൾ ആരും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒക്കെ സന്തോഷം, ആകെ ഇച്ചിരി വർത്തമാനം പറയാൻ കിട്ടുന്ന സമയമല്ലേ, നമുക്ക് ഇച്ചിരി വർത്തമാനമൊക്കെ പറയാം. അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും, അതുവരെയും പ്രാർത്ഥിക്കാത്ത മനുഷ്യർ പോലും ഉറക്കെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി കുറേ അധികം സമയം അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നീട് വേറെ കാര്യങ്ങളൊക്കെ വന്നു, അവരങ്ങനെ ആ ദിവസം. പക്ഷേ ആ ദിവസത്തിൻ്റെ സമാപന മണിക്കൂറിൽ ഒരു 10 മണി 11 മണിയൊക്കെ ആയി രാത്രി. എല്ലാവരും കുറേ അധികം പേര് വന്നവരൊക്കെ പോയി. പക്ഷെ ആ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്നപ്പം അവരൊരു കാര്യം പറഞ്ഞു, ഇന്നത്തെ ദിവസം ഈശോ വലിയ അനുഗ്രഹമാക്കി ഈ വീട്ടിൽ വേറെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല, ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു വാക്ക് തർക്കമോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേടോ ഒരു താല്പര്യക്കുറവോ, എല്ലാവരും വലിയ സ്നേഹത്തിലും ആനന്ദത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാ പ്രോഗ്രാംസും വളരെ ഭംഗിയായി ഈശോ ക്രമീകരിച്ചു എന്ന് അവർ തന്നെ നന്ദിയോടെ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ഈ സഹോദരി പറഞ്ഞത് ഞാൻ ഓർക്കാൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിന് വേണ്ടി, ഒരു സ്ഥാപനത്തിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ അത് ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് വലിയ വിലയുണ്ട്, ആ പ്രാർത്ഥനകൾക്ക് വലിയ മൂല്യമുണ്ട്. നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ പിടിയിൽ നിന്ന് ദൈവജനത്തെ വിടുവിച്ച് ദൈവമക്കൾ അനുഭവിക്കേണ്ട ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ നയിക്കുകയാണ് ചെയ്യുക. അതുവരെ അവരെ പിടിച്ചു കെട്ടിയിരുന്ന വല്ലാത്ത പ്രതികൂല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരെ അസ്വസ്ഥരാക്കുന്ന സാമ്പത്തിക ഞെരുക്കം, രോഗപീഡ, മാനസിക സംഘർഷം, പല കാരണങ്ങൾ, അതിൽ നിന്നൊക്കെ ഈ മക്കളെ മോചിപ്പിച്ച് അവരെ സ്വതന്ത്രരാക്കുന്ന ഒരു ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ അതിന് ഏറെ പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഏറെ ശ്രേഷ്ഠമാണ് ദൈവസന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന.
ഒരുപക്ഷെ കൈ വിരിച്ചു പിടിച്ച് ജപമാല ആവർത്തിച്ച് ചൊല്ലുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം വേണ്ട എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നതാകാം, അല്ലെങ്കിൽ മുട്ടുകുത്തി നിന്ന് 1 മണിക്കൂർ സമയം പ്രാർത്ഥിക്കുന്ന ആ ത്യാഗത്തോടെയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിയോഗം വെച്ച് കാഴ്ചവെക്കുന്നതാകാം. സഹോദര സഹോദരി, നീ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും നിഷ്ഫലമാകുകയില്ല. നീ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും വെറുതെ ആകില്ല. ഞാൻ ഓർക്കുന്നു, കുറച്ച് നാൾ മുമ്പ് ഞങ്ങളുടെ ധ്യാന സെൻറ്ററിൽ ജെറീക്കോ പ്രാർത്ഥന സംഘടിപ്പിച്ചു. അവിടെയുള്ള എല്ലാ ശുശ്രൂഷകരും, ഞങ്ങൾ വളരെ കുറച്ച് പേര് ആയിട്ട് മതി എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ അത് ശുശ്രൂഷ നടന്ന 7 ദിവസത്തെ പ്രാർത്ഥന 7ാമത്തെ ദിവസത്തിലേക്ക് ഒത്തിരി പേര് അതിൽ പങ്കെടുക്കാൻ വരികയാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഒരു സഹോദരി തൻ്റെ മകള് 18 വയസ്സ് പ്രായമുള്ള മകള് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഏതാനും മണിക്കൂറുകളെ ഈ മോൾക്കുള്ളൂ, രോഗം എന്താണെന്ന് പോലും തിരിയുന്നില്ല, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു കൊള്ളുക എന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സ് എല്ലാം തുറന്നു പറഞ്ഞായിരുന്നു. ഈ മാതാപിതാക്കൾ 2 പേരും വാവിട്ട് കരഞ്ഞിട്ട് ഫോണിലൂടെ വിളിച്ച് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. നമുക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈശോയുടെ അടുത്ത് പറഞ്ഞു, ഈശോയെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഈ മോളെ അങ്ങ് സമർപ്പിക്കുകയാണ്. ഈ മോൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ വന്നിട്ടുള്ള എല്ലാവരും ചേർന്ന് ഈ മോൾക്ക് വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം വെളുത്തപ്പം എനിക്കൊരു ഫോൺ വരികയാണ്. ഇവിടെ പ്രാർത്ഥന നടന്ന അതേ സമയത്ത് ഈ മോള് ICUവിൽ കിടക്കുന്ന മോള് ഈ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ, എൻ്റെ അടുത്ത് മാതാവ് വന്ന് നിൽക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. പെട്ടെന്ന് എന്തോ എൻ്റെ ശരീരത്തിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നൊരു അനുഭവം, എനിക്കെന്തോ വലിയൊരു സൗഖ്യം കിട്ടിയ പോലെ ഫീൽ ചെയ്യുന്നു. അമ്മ പറഞ്ഞു, വളരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് കാത്തിരിക്കാം, ഡോക്ടേഴ്സ് വരട്ടെ, ഡോക്ടേഴ്സ് പറയട്ടെ എന്താ കാര്യമെന്ന്. ഡോക്ടേഴ്സ് നോക്കി, അവർ പറഞ്ഞു, എന്തോ ഒരു അത്ഭുതം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ കൊച്ചിൽ ഇപ്പോൾ അങ്ങനെ ഒരു അസ്വസ്ഥത കാണുന്നില്ല. എല്ലാ ചെക്കപ്പും വീണ്ടും അവർ നടത്തി, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, അവർ എല്ലാ സ്കാനിങ്, MRI എല്ലാം അവർ ടെസ്റ്റിംഗ് നടത്തി, എല്ലാം അവർ പരിശോധിച്ചു. വീണ്ടും കംപ്ലീറ്റ് ഹീൽഡായി. കൊച്ച് ഒരു അസ്വസ്ഥതയില്ല. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു, ഓപ്പറേഷൻ വേണ്ട. വളരെയധികം പെട്ടെന്നാണ് ആ കൊച്ചിന് സൗഖ്യം പൂർണ്ണമായി. ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അവർ വീട്ടിലേക്ക് പോയി. ഞാൻ ഓർക്കുന്നു, എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ചെറിയ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ, വെറുതെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല, എങ്ങനെയെങ്കിലും സമയം കളയാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിൻ്റെ മുൻപിൽ അവരെ സ്വന്തം പോലെ കണ്ടിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ അവിടെ ദൈവിക സാന്നിധ്യം വരികയാണ്. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ ദൈവം നിർബന്ധിതനാവുകയാണ്. ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രകടമാക്കാൻ ദൈവം നിർബന്ധിതനാവുകയാണ്. മധ്യത്തിൽ നിന്നിട്ട് ഒരാൾ പറഞ്ഞാൽ അത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ നിൽക്കുന്ന ഒരാൾ ദൈവത്തോട്, കർത്താവേ, ഇന്ന ആൾക്ക് ഇന്ന കാര്യം അത് കേൾക്കണം കേട്ടോ, അത് ചെയ്തു കൊടുക്കണം കേട്ടോ, അവരെ സഹായിക്കണം കേട്ടോ, അങ്ങനെ പറയുമ്പോൾ കർത്താവിന് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്കങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം ശക്തനാണ്, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നമ്മുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ലോകത്തിൻ്റെ പിടിയിൽ നിന്ന്, ലോകത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് മനുഷ്യ മക്കളെ മോചിപ്പിക്കാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ആത്മീയ മതിൽ തീർക്കുക എന്ന് പറഞ്ഞാൽ തിന്മയുടെ എല്ലാ പിടുത്തങ്ങളിൽ നിന്ന്, തിന്മയുടെ എല്ലാ വേലിക്കെട്ടിൽ നിന്ന് മോചിപ്പിച്ച് സ്വാതന്ത്ര്യം വാങ്ങിച്ചെടുത്ത് ഒരു ആത്മീയ മതിൽ, ഒരു വലിയ സംരക്ഷണമാണ്, ഒരു വലിയ പരിചരണം, ഒരു പ്രൊട്ടക്ഷനാണ് നമുക്കവിടെ ലഭിക്കുക. ഒരു കാരണവശാലും തിന്മയ്ക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുകയില്ല. വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്, അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ലോകം, പിശാച്, ശരീരം, ഈ 3 തലങ്ങളിലാണല്ലോ നമുക്ക് പ്രലോഭനങ്ങൾ നേരിടുക. ലോകം, പിശാച്, ശരീരം. ലോകം എപ്പോഴും നമ്മളെ സ്ഥാനമാനങ്ങളിലേക്ക്, ആസക്തികളിലേക്ക്, സുഖഭോഗങ്ങളിലേക്ക്, ആ തലങ്ങളിലേക്ക് എപ്പോഴും നമ്മളെ ഇങ്ങനെ നയിച്ചുകൊണ്ടേയിരിക്കും. സ്ഥാനമാനങ്ങൾ ഇങ്ങനെ നേടിയെടുക്കാൻ വലിയൊരു ആവേശം മനസ്സിൽ തരും, അല്ലെങ്കിൽ ചില സുഖങ്ങൾ, ചില സന്തോഷങ്ങൾ അത് നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ആ സന്തോഷത്തിൽ തന്നെ മുങ്ങിക്കഴിയാൻ ഒരു വലിയ പ്രലോഭനം അല്ലെങ്കിൽ പ്രേരണ നമ്മുടെ മനസ്സിൽ ലോകം വച്ചു തരാൻ സാധ്യതയുണ്ട്. ശരീരത്തിൻ്റെ പ്രവൃത്തികൾ, ശരീരത്തിൻ്റെ തിന്മകൾ നമുക്കറിയാം. പൗലോസ്ലിഹ അത് കൃത്യമായിട്ട് പറയുന്നു. ഗലാത്യക്കാർക്കുള്ള ലേഖനം 5-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ പൗലോസ്ലിഹ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നു, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ എന്താണത്? അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ,
കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ശ്ലീഹ പറയാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ വന്നാൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് ഒരു വലിയ പ്രലോഭനമാണ്. ശരീരത്തിൻ്റെ പ്രവർത്തികൾ നമ്മളെപ്പോഴും കൃപയിൽ നിന്ന് അകറ്റിക്കളയും. എപ്പോഴും അസൂയുള്ളവർ, കോപമുള്ളവർ, മദ്യപാനം ചെയ്യുന്നവർ, ശത്രുതയുള്ളവർ, എപ്പോഴും വിഗ്രഹാരാധനയിലേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ അശുദ്ധിയിൽ തന്നെ മുങ്ങിക്കിടക്കുന്നവർ സ്വർഗരാജ്യത്തിലെത്തില്ലെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമയത്ത് നമുക്കറിയാം, ലോകം, പിശാച്, ശരീരം. പിശാച് ഏത് വിശുദ്ധനിലും വിശുദ്ധയിലും പിശാചിൻ്റെ പ്രലോഭനങ്ങളുണ്ട്. എത്ര പ്രാർത്ഥിക്കുന്നവരിലും പിശാച് പ്രലോഭനങ്ങൾ കൊണ്ടുവരാം. നന്മ ചെയ്യാൻ ആഗ്രഹിക്കും, പക്ഷെ നന്മ ചെയ്യാൻ സഹായിക്കുകയല്ല. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നന്മ ചെയ്യാൻ സാധിക്കാത്ത പോലെ പിശാച് നമ്മളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഈ 3 തലങ്ങളിലും ദൈവാത്മാവിൻ്റെ ശക്തിയോടെ അതിജീവിച്ച് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാൻ നമുക്ക് ആത്മബലം ആവശ്യമുണ്ട്. ഇതിന് ദൈവത്തിൻ്റെ മുൻപിൽ നിരന്തരം പ്രാർത്ഥിച്ചേ പറ്റൂ. ഇതിന് ദൈവത്തിന് ഈ മേഖലകളിലൊക്കെ ലോകത്തിൻ്റെ പിടുത്തത്തിൽ വീഴുന്നവർ, ശരീരത്തിൻ്റെ പിടുത്തത്തിൽ വീഴുന്നവർ, പിശാചിൻ്റെ കെണിയിൽ തകർന്നു വീഴുന്നവർ, ഇവർക്കൊക്കെ വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി നിന്ന് കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കാൻ, മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ. അല്പനാൾ പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, നിന്നുപോയി, ഒരു മാറ്റവും വരുന്നില്ല, അതുകൊണ്ട് പ്രാർത്ഥന നിർത്തി. ഒരാഴ്ച പ്രാർത്ഥിച്ചു, പിന്നെ പ്രാർത്ഥിക്കുന്നേ ഇല്ല. 2 ആഴ്ച ഉപവസിച്ചു, പിന്നെ ഇനി ഉപവാസം എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെയല്ല, നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. ഇതൊരു ആത്മീയ യുദ്ധമാണ്, ഇതൊരു ആത്മീയ പോരാട്ടമാണ്. ഈ ആത്മീയ യുദ്ധത്തിൽ നമ്മൾ തളർന്നു വീണേക്കല്ല, പുറകോട്ടേക്ക് പോയേക്കല്ല, മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ. ചില സഹോദരങ്ങളൊക്കെ ആദ്യ നാളുകളിൽ ഒരു പേപ്പർ എടുത്ത് ഓരോരുത്തരുടെയും പേരൊക്കെ എഴുതി വെക്കുമായിരുന്നു പ്രാർത്ഥിക്കാൻ. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല, മടിയായി, സമയമില്ലാത്ത പോലെയായി, ഓർക്കാറേ ഇല്ല. കടമ തീർക്കാൻ വേണ്ടി ലോകം മുഴുവന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയല്ല, ഓരോരുത്തർക്ക് വേണ്ടിയും, ഓരോരുത്തർക്ക് ഓരോ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി. അവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്, അവരൊക്കെ ദൈവത്തിന് സ്വന്തമായിട്ട് കിട്ടേണ്ടവരാണ്. ദൈവത്തിൻ്റെ മക്കൾ ദൈവസന്നിധിയിൽ ദൈവിക സ്വാതന്ത്ര്യം അനുഭവിച്ച് ദൈവിക സന്തോഷത്തോടെ ജീവിക്കേണ്ടവർ. അതിന് സാധിക്കാത്ത മക്കൾക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. കഴിയുന്ന അത്രയും പ്രാർത്ഥനയിൽ തന്നെ ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റ് സമയം നിനക്ക് വിശ്രമം ഉണ്ടെങ്കിൽ ആ 10 മിനിറ്റ് സമയം വെറുതെ കളഞ്ഞേക്കല്ല, ആ 10 മിനിറ്റ് സമയം നീ നഷ്ടപ്പെടുത്തിയേക്കല്ല. ആ 10 മിനിറ്റ് ദൈവത്തിൻ്റെ കൂടെ വന്നിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ മനസ്സ് വെച്ചേ പറ്റൂ. നിൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും വേസ്റ്റ് എന്ന് പറയാൻ, നഷ്ടം എന്ന് പറയാൻ, അല്ലെങ്കിൽ വെറുതെ പോയി എന്ന് പറയാൻ ഇടവരല്ല. നമുക്ക് കഠിന അധ്വാനം ചെയ്യേണ്ടതുണ്ട് ഈ ആത്മീയ മേഖലയിൽ. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് ദൈവം സ്വീകരിക്കും. അനേകരെ കൃപയിലേക്ക് വളർത്താൻ, നഷ്ടപ്പെട്ടു പോകുന്ന അനേകം ആത്മാക്കളെ നേടിയെടുക്കാൻ സഹോദര നിന്നെ ഈശോ സഹായിക്കും. സഹോദരി നിന്നെ ഈശോ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായി. കൈകൾ കൂപ്പാം, കണ്ണുകൾ അടച്ച്. ദൈവമേ, ജീവിതത്തിൽ ഞങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങൾ അതോർത്തോർത്ത് നന്ദി പറയാൻ, വേദനിക്കുന്ന അനേകർക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ലഭിക്കാതെ പോകുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ സങ്കടങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ട്, ലഭിച്ച അനുഗ്രഹങ്ങളെ മറക്കാൻ ഇടയാക്കാറുണ്ട്. ദൈവമേ, എപ്പോഴും നിന്നോട് നന്ദിയുള്ളവരാകാൻ, ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നിന്നെ സ്തുതിക്കുന്നവരായി മാറാൻ, വേദനിക്കുന്ന അനേകർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി മാറാൻ, പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം, പ്രാർത്ഥനയുടെ ഒരു വരം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കണേ ദൈവമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.